ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ പഴം ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് കറുത്ത പഴുത്ത പഴം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് പഴം കൊണ്ടുള്ള വേറെയും ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. നല്ല ചൂട് ചായയുടെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പഴുത്ത 2 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഴം അത്യാവശ്യം വലിപ്പമുള്ള പഴമായതുകൊണ്ടാണ് 2 എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ ഇടത്തരമുള്ള ഒരു 3 പഴം വരെ നമുക്ക് എടുക്കാം. അതിനുശേഷം എടുത്തിരിക്കുന്ന ഓരോ പഴവും 4ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ നടുക്കുള്ള ഈ ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കളയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആവിക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും മതിയാവും. നമുക്കിപ്പോൾ നമ്മുടെ ഈ പഴം നല്ലതുപോലെ തന്നെ ഒന്ന് ആവിക്ക് വെച്ചിട്ടെടുക്കാം. കണ്ടോ, നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അതിനുശേഷം നടുക്കുള്ള കറുത്ത കുരു ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പോകണമെന്നില്ല, അത് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് പോയി കിട്ടിയാൽ മതി. നന്നായിട്ട് പഴുത്ത പഴം വേവിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. ഒന്നെങ്കിൽ കൈ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചോ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ചൂടായതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇതേപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതേപോലെ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ ശരിക്കും ഉടച്ചെടുത്താൽ മതിയാവും. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റാവുന്ന ആ ഒരു ചൂടേ ഇപ്പോൾ നമുക്കുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ബാക്കിയുള്ള പൊടികളും ചേരുവകളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് ആദ്യം തന്നെ ഒരു 1/2 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 250 ml നേർപകുതി 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതും ഒരു 1/4 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴത്തിന് നല്ല മധുരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാര മതിയാവും. ഇല്ല, പഴത്തിൻ്റെ മധുരം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒന്നെങ്കിൽ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ആണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളും നന്നായിട്ട് കുഴച്ച പഴവും എല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഴം നന്നായിട്ട് പഴുത്തതിൻ്റെ പേരിൽ തന്നെ ശരിക്കും പെട്ടെന്ന് തന്നെ മിക്സായിട്ട് വന്നോളും. ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, മറിച്ച് ഒരു 1-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ കവർ പാൽ തന്നെയാണ്. അതൊന്ന് നോക്കിയിട്ട് വേണം കുറച്ച് ഒഴിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട്. ഏകദേശം 1-2 ടേബിൾ സ്പൂൺ അത്രയും മാത്രം മതിയാവും. അപ്പോൾ പാൽ ആദ്യമേ ഒരുപാട് ഒഴിച്ചു പോയി കഴിഞ്ഞാൽ കുഴച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ പഴത്തിൻ്റെ വലിപ്പം നോക്കിയിട്ട് വേണം നമ്മൾ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. പഴത്തിൻ്റെ ആ ഒരു പഴുപ്പുണ്ടാവുമല്ലോ, അതും കൂടി ഒന്ന് നോക്കിയിട്ട് ആദ്യമേ കുറച്ച് പൊടികൾ വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ എടുത്ത അത്യാവശ്യം വലിപ്പമുള്ള 2 പഴത്തിന് ഏകദേശം 1/2 കപ്പ് മൈദയും അതേപോലെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കറക്റ്റായിരുന്നു. ഇത്രയും നന്നായിട്ട് നമുക്ക് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കയ്യിലൊട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാത്ത നല്ലൊരു പരുവത്തിൽ തന്നെ നമുക്ക് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ശരിക്കും സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മാവ് ഇരിക്കുന്നത്. ഇതേപോലെ വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്സിൻ്റെ മിക്സിംഗ് എന്ന് പറയുന്നത്. നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതല്ലേ. ഇനി നമുക്ക് ഇത് ഓരോ ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഫിംഗേഴ്സിൻ്റെ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ഒന്ന് പറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതേപോലെ നമ്മുടെ ഫിംഗർ ഷേപ്പിൽ പരത്തി കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയ ബോൾസ് പോലെ പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയമണ്ട് കട്ട് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ ഫിംഗർ ഷേപ്പിലിങ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ കയ്യിൽ എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ ഇതേപോലെ പെട്ടെന്ന് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ സാധാരണ പൊട്ടറ്റോ ഫിംഗേഴ്സൊക്കെ ചെയ്യില്ലേ, അതിന് പകരമായിട്ട് ഞാനിവിടെ ബനാന കൊണ്ട് ഫിംഗേഴ്സ് റെഡിയാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി ചെയ്തിരിക്കുന്ന എല്ലാ മിക്സും നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഈ ഷേപ്പിലാക്കി റെഡിയാക്കി എടുക്കാം.
കണ്ടോ, നമ്മുടെ നന്നായിട്ട് പഴുത്ത 2 പഴത്തിൽ നിന്നാണ് ഏകദേശം 2 പ്ലേറ്റ് നിറയെ നമ്മുടെ ബനാന ഫിംഗേഴ്സ് നമുക്ക് റെഡിയാക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ എണ്ണയിലേക്കിട്ട് ഇങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ആണെങ്കിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അതേപോലെ തന്നെ വെളിച്ചെണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിംഗേഴ്സ് ഓരോന്നും നമുക്ക് ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നമ്മൾ റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. പെട്ടെന്ന് തന്നെ റെഡിയായി വന്നോളും. ഒരുപാട് കനമൊന്നും ഉള്ളതല്ലല്ലോ. കണ്ടോ, അപ്പോൾ ഒരു വശമൊക്കെ പതുക്കെ ഒന്ന് റെഡിയായി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഇങ്ങ് വിട്ടൊന്നും പോരില്ല. മാവ് നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. മറുവശത്തിൻ്റെ കളറൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതേപോലെ 2 വശം ഒന്ന് റെഡിയായിട്ട് വരട്ടെ. അങ്ങനെ 2 വശം റെഡിയായിട്ട് കളറൊക്കെ ഒന്ന് മാറി നമ്മുടെ ബനാന ഫിംഗേഴ്സോടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറിൽ ഇങ്ങ് വന്നാൽ മതിയോ. നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളൊക്കെ ആണെങ്കിലും ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങ് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇതേപോലെ ബാക്കിയുള്ള ഫിംഗേഴ്സും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, നമ്മുടെ ബനാന ഫിംഗേഴ്സ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഒട്ടും തന്നെ എണ്ണ കുടിക്കുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടാം. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ പഴം കൊണ്ട് ഉണ്ടാക്കിയതൊന്നും പറയുക പോലുമില്ല. സാധാരണ ഇപ്പോൾ 2 പഴം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ ഇതാകുമ്പോൾ ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് കിട്ടും. നല്ല ചൂടോടുകൂടി നല്ല പഴത്തിൻ്റെ മധുരവും അതേപോലെ തന്നെ പഞ്ചസാരയുടെ മധുരവും അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ചെറിയൊരു ക്രിസ്പിനെസ് ഉള്ളതുകൊണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബനാന ഫിംഗേഴ്സിൻ്റെ 2 ബാച്ച് മാത്രമേ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇനിയും 2 ബാച്ചും കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനുണ്ട്. ഇതാ ഒരു പ്ലേറ്റ്, ചെറിയൊരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയും കൂടി നമുക്ക് കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളിലാണെങ്കിലും നല്ല പഴത്തിൻ്റെ മധുരവും അതേപോലെ തന്നെ ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റാണ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മാത്രമല്ല പുറം ഭാഗമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. തീരെ അങ്ങ് തണുത്ത് പോകുന്നതിന് മുമ്പ് ഒരു ചെറു ചൂടോടുകൂടി കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കഴിക്കാൻ നേരത്ത് ഒരു ചെറു ചൂട് ചായയോ അല്ലാന്നുണ്ടെങ്കിൽ പാൽ ചായയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പഴുത്ത കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊന്നും കഴിക്കുക പോലുമില്ല, സാധാരണ കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാവും. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.